കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മകൻ കാർത്തികേയ സിംഗിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി. അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കാർത്തികേയ സിംഗ് ഭോപ്പാൽ കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയിരുന്നു. തന്റെ പ്രസ്താവനയ്ക്ക് കാർത്തികേയ സിംഗുമായി ബന്ധമില്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ പരാമർശം അതിന് കാർത്തികേയ സിംഗുമായി ബന്ധമൊന്നുമില്ല. അപ്പോൾ കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹഷ്മി. രാഹുൽ ഗാന്ധിക്ക് എതിരെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മകൻ കാർത്തികേയ സിംഗ് ഭോപ്പാലിലെ MP MLA പ്രത്യേക കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിലാണ് രാഹുൽ ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം 2018 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നടത്തിയ ഒരു പരാമർശമാണ് വിവാദമായതും തുടർന്ന് കാർത്തികേയ സിംഗ് കോടതിയെ സമീപിച്ചതും. ജാബുവയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പനാമ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന് എതിരെയായിരുന്നു കേസ്. തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ വിഷയത്തിൽ അഭിഭാഷകൻ മുഖേന ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. താൻ 2018 നടത്തിയ ആ പ്രസ്താവനയ്ക്ക്, പനാമ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് കാർത്തികേയ സിംഗുമായി ബന്ധമില്ല എന്നും അദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ല തന്റെ പരാമർശം നടത്തിയത് എന്നുമാണ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ താൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ലാതെ നടത്തിയ ഒരു പരാമർശമാണ് എന്നും ആ ഒരു പരാമർശം അത് അദ്ദേഹത്തിന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവ്യാപകമായി തന്നെ പല കേസുകൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രാജ്യത്ത് നിലവിലുണ്ട്. അത്തരത്തിലൊരു കേസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹൈക്കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഹഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.